ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒച്ച കേട്ട പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ക്രഞ്ചി സ്നാക്ക് നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ റെസിപ്പി ഞാൻ പറഞ്ഞു തരാം. 1 കപ്പ് പൊടി കൊണ്ട് ഒരു പാത്രം നിറയെ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടിയും 1/2 കപ്പ് ആട്ടപ്പൊടിയും എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂണിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ഇനി ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചീസാണ്. ഞാനിവിടെ മൊസറല്ലയുടെ ചീസാണ് എടുത്തിട്ടുള്ളത്. അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു 1/4 കപ്പോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ചീസ് ക്രാക്കിൻ്റെ ടേസ്റ്റിലുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ ചീസ് ക്രാക്ക് ആവണമെങ്കിൽ തന്നെ അതിൽ ചീസിൻ്റെ ടേസ്റ്റ് ഉണ്ടായാലും മാത്രമേ അങ്ങനെ ആവുള്ളൂ. ഇനി നമുക്ക് എല്ലാം ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കുക. 1 ടീസ്പൂണിൽ ഓയിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത് പാൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പച്ചപ്പാൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത തരത്തിൽ വേണം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ. അപ്പം ഏകദേശം ഒരു 1/4 കപ്പ് പാൽ ഇതിനെടുത്തിട്ടുണ്ടാവും. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. അങ്ങനെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞു. ഞാനിതൊന്ന് പരത്തിയെടുക്കാൻ പോവാണ്. ഇപ്പോൾ 2 പോർഷനാക്കി മാറ്റിയിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ തന്നെ മൈദപ്പൊടി യൂസ് ചെയ്തിട്ടാണ് ഞാനിത് പരത്തുന്നത്. ഈ ചീസ് ക്രാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇതുപോലൊരു സിൽക്കൺ ഷീറ്റ് ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. കാരണം നമ്മളിതുപോലെ നൈസായിട്ട് പരത്തിയെടുത്തിട്ട് അത് മുറിച്ചെടുക്കുമ്പം നമുക്കത് കയ്യിൽ കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. അങ്ങനെ മാവ് നൈസായി പരത്തിയതിന് ശേഷം അതിൻ്റെ 4 സൈഡിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിനൊരു സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഇതുപോലൊരു പിസ്സ കട്ടർ വെച്ചിട്ട് തലങ്ങനെയും വിലങ്ങനെയായിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്നും കൂടെ മുറിച്ചെടുക്കാം. മുഴുവനായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഈ ഷീറ്റിൻ്റെ മുകളിൽ നിന്ന് അടർത്തിയെടുക്കാം. ഇനി നിങ്ങൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് പരത്തുകയാണെങ്കിൽ നന്നായിട്ട് പൊടിയൊക്കെ കൂട്ടിയിട്ട് വേണം പരത്താൻ. അപ്പം നമുക്കിതുപോലെ ഇളക്കിയെടുക്കാൻ പണിയാണെങ്കിൽ ഒരു ചട്ടവും വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ ഒക്കെ ഇതുപോലെ ജസ്റ്റ് ഇളക്കിയെടുത്താൽ മതിയാവും. അങ്ങനെ ഞാൻ ഇളക്കിയെടുത്തിട്ടെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ വലിയ തീയിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് പൊരിക്കാൻ. അപ്പം നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് വറുത്ത് കോരാനുള്ള പാകമാവും. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ നന്നായിട്ട് കളറൊക്കെ മാറി നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള മാവും ഞാൻ ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്രഞ്ചി ചീസി ക്രാക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വലിയ പൈസ കൊടുത്തിട്ട് നമുക്കിത് പുറത്തുനിന്നൊന്നും വാങ്ങിയിട്ട് തിന്നേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മക്കൾക്ക് ഇതുപോലെ സേഫായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ക്രിസ്പിയുമാണ്. അപ്പോൾ പൊരിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാം. അപ്പോൾ ഇനി ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.